രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മഗ്നീഷ്യത്തിന്റെ സെക്കൻഡറി മൂലകമായിട്ടുള്ള മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പാണ്. അതും ഇതേപോലെ മഴക്കാലം കഴിയുന്ന ടൈമിൽ മണ്ണിൽ നിന്ന് അത് മഗ്നീഷ്യം ചെടികൾക്ക് കിട്ടാതെ വരുമ്പോഴും അങ്ങനെ സംഭവിക്കാം. ആക്ച്വലി സ്പ്രേ ചെയ്ത് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ പുഴു അല്ലെങ്കിൽ പുഴുവിന്റെ ലാർവ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് ഒന്നിനൊന്നോട് കണക്ട് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒറ്റയടിക്ക് ഇപ്പൊ ഇത് പൂക്കാനും കായ്ക്കാനും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ ഒരു വളം കാണിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കൊണ്ട് ഒഴിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അത് പൂക്കണം കായ്ക്കണം എന്നില്ല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടുന്നവർ പലരും എന്നോട് ചോദിക്കുന്നത് ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നത്. അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്നുള്ളത്. അപ്പോൾ മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കാരണങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പരിഹാരവും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇലകളിലെ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞാല് പല രീതിയിൽ നമുക്ക് കാണാം. അയച്ചാൽ ഇതുപോലെ ലേശം ഒരു മൂത്ത ഇലയിൽ ഇതേപോലെ മഞ്ഞളിപ്പ് കാണാം. അതേപോലെ തന്നെ കുറച്ച് താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് കാണാം. അപ്പൊ ഇത് നമുക്ക് വിഷയമല്ല, കാരണം ഈ ഏറ്റവും താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് വന്നിട്ട് കൊഴിഞ്ഞു പോവാന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതിന്റെ പ്രായം ആയതുകൊണ്ട് അത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇനി അതല്ലാതെ നമ്മളെ ചെറിയ അയച്ചാൽ പുതിയ നാമ്പിലകൾ ഉണ്ടല്ലോ, അതിൽ മഞ്ഞളിപ്പ് വരും. അത് കൂടുതലായിട്ട് നമ്മൾ ഓറഞ്ച് പ്ലാന്റിലൊക്കെ നമ്മൾ കാണാം. അപ്പൊ അങ്ങനെ മഞ്ഞളിപ്പ് വരും. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ചെടിയിൽ മഞ്ഞളിപ്പ് കാണാറുള്ളത്. ഇനി മഞ്ഞളിപ്പ് വരാനുള്ള കാരണം എന്തൊക്കെ? അത് ഒരു കാരണമൊന്നുമല്ല കേട്ടോ, ഒരുപാട് കാരണത്താൽ നമ്മളെ ചെടിയിൽ മഞ്ഞളിപ്പ് വരാം. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനിയിപ്പോ ആദ്യം തന്നെ പറയാം, നമ്മളെ പുതിയ തളിരലയിലൊക്കെ നമ്മൾ മഞ്ഞളിപ്പ് വരിക എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അയച്ചാൽ ഇപ്പൊ നമ്മളെ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് ഇത് കൂടുതലായിട്ട് കാണാം. അത് ഞാൻ ഇതിന്റെ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മഴക്കാലത്ത് മഴ നല്ല രീതിയിൽ കൊള്ളുന്ന ടൈമിൽ നമ്മളെ മണ്ണിൽ ഇപ്പോൾ പോട്ടിൽ നട്ടതാണെങ്കിലും മണ്ണിൽ നട്ടാണ് നമ്മളെ മണ്ണിൽ പോഷകങ്ങൾ തീരെ ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ നമ്മളെ മണ്ണ് അസിഡിക് ആയിരിക്കും. അപ്പൊ അസിഡിക് ആയിരിക്കുന്ന ടൈമിൽ ചെടികൾക്ക് കിട്ടേണ്ട സെക്കൻഡറി മൂലമായിട്ടുള്ള കാൽസ്യം കറക്റ്റായിട്ട് കിട്ടൂല. കാൽസ്യം മാത്രമല്ല മറ്റു പോഷകങ്ങളും ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പൊ കാൽസ്യത്തിന്റെ കുറവ് കൂടുതൽ വരുന്ന ടൈമിലാണ് ഈ തളിരലയിലൊക്കെ നമ്മൾ കാണപ്പെടുന്നത്. ചില ഇലകളിൽ തളിരല വരുമ്പോൾ തന്നെ അത് മഞ്ഞളിപ്പായിട്ട് മഞ്ഞ കളറിലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഇത് മാത്രമല്ല കേട്ടോ കാരണം, പക്ഷെ മറ്റു മൂലകങ്ങളെ കുറവ് വരുമ്പോഴും ഇതേപോലെ നമുക്ക് കാണപ്പെടാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ മഴക്കാലമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടിട്ടോ മണ്ണൊക്കെ നല്ല ട്രീറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കാൽസ്യം മഗ്നീഷ്യം, ഇപ്പൊ ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക ചെടികൾക്ക് കാൽസ്യം മഗ്നീഷ്യം കിട്ടും. അപ്പൊ അങ്ങനെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചെടിക്ക് അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും മണ്ണ് ട്രീറ്റ് ചെയ്യുക. അതേപോലെ കാൽസ്യം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മഞ്ഞളിപ്പ് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ തളിരലയിൽ വരുന്ന മഞ്ഞളിപ്പ് നമ്മൾ ഇതേപോലെ വളങ്ങൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മഗ്നീഷ്യത്തിന്റെ സെക്കൻഡറി മൂലകമായിട്ടുള്ള മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പാണ്. അതും ഇതേപോലെ മഴക്കാലം കഴിയുന്ന ടൈമിൽ മണ്ണിൽ നിന്ന് അത് മഗ്നീഷ്യം ചെടികൾക്ക് കിട്ടാതെ വരുമ്പോഴും അങ്ങനെ സംഭവിക്കാം കേട്ടോ. അപ്പൊ അത് കൂടുതൽ തളിരലയിലല്ല വരിക, നമ്മളൊരു മിഡിലായിട്ട് കിടക്കുന്ന ഇലകളിലൊക്കെയാണ് ആ ഒരു മഞ്ഞളിപ്പ് വരിക. അപ്പൊ അതിനും ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മഗ്നീഷ്യം, ഇപ്പൊ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലൂടെ ചെടിക്ക് മഗ്നീഷ്യം കിട്ടും. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്സം സാൾട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്സം സാൾട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ജൈവമാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ജൈവം എന്നല്ല പറയുന്നത്, അതൊരു പാറ പൊട്ടിച്ചിട്ട് വരുന്നതാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു കോട്ടിങ് വരുന്നുണ്ട്, രാസ കോട്ടിങ് വരുന്നുണ്ട്. അതാണ് പൂർണ്ണമായിട്ട് ജൈവം എന്ന് പറയാത്തത്. അപ്പോൾ എപ്സം സാൾട്ടും നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊക്കെ ചെടികൾക്ക് മഗ്നീഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇല ചിലപ്പോൾ പച്ചപ്പിലേക്ക് വരണം എന്നില്ല. കാരണം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ഇലയിൽ അത് ബാധിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഇല ചിലപ്പോൾ ആ മഞ്ഞ കളറിൽ തന്നെ ആയിട്ട് ലാസ്റ്റ് കൊഴിഞ്ഞു പോകാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളം കിട്ടാതെ വരുന്ന ടൈമിലും ഇലകളിലും മൊത്തത്തിൽ മഞ്ഞളിപ്പ് വരാം. അയച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ മഴക്കാലം കഴിയുന്ന ടൈമിലൊക്കെ മണ്ണിൽ ഒരു പോഷകങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടൈമിൽ നൈട്രജൻ ഒന്നും തീരെ ഇല്ല, നമ്മളത് കറക്റ്റായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ചെടികളിൽ അത് മൊത്തത്തിലായിട്ട് നമുക്ക് മഞ്ഞളിപ്പ് അനുഭവപ്പെടാം. അയച്ചാൽ ചെറിയ ഇലയിലും നടുവിലുള്ള ഒരു മൂത്ത ഇലയിലും ലാസ്റ്റുള്ള ഇലയിലും എല്ലാം മഞ്ഞളിപ്പായിട്ട് കാണാം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കറക്റ്റ് ടൈമുകളിൽ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരു 2.5-3 മാസം കൂടുമ്പോഴൊക്കെ മണ്ണ് കുമ്മായ ഡോളോമേറ്റ് ഇട്ട് ഒന്ന് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജൈവ അടിവളങ്ങൾ, ചാണകപ്പൊടി അങ്ങനത്തെ ജൈവ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുക്കുക. പൂക്കാനും കായ്ക്കാനുള്ള ഒരു സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ നൈട്രജൻ വളം നമ്മൾ ഒന്ന് കുറച്ച് കൊണ്ടിരുന്നത്. അതേപോലെ ജൈവ സ്ലറികൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഇലകളിൽ കൂടി കൊടുക്കുന്ന നമ്മളിപ്പോൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയ നാനോ യൂറിയ അങ്ങനെയൊക്കെ കറക്റ്റ് അയച്ച ചെടികൾക്ക് എന്താണോ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറമെ ഒരാൾക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു
കൊടുത്തതിനനുസരിച്ചിട്ട് ഇപ്പം ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇനി കൃഷിനെ കുറിച്ച് അറിയുന്ന വിദഗ്ധരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർക്ക് അതിന്റെ പ്രതിവിധി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ കൃഷി നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വളങ്ങൾ കൊടുത്തത്. അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി എന്ത് ഡെഫിഷ്യൻസി ആവാനാണ് കാരണം എന്നുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വളങ്ങൾ കൊടുത്തു പോകുകയെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മഞ്ഞളിപ്പൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മഞ്ഞളിപ്പ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ് വെള്ളം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലും നമ്മളെ ചെടിയിൽ മഞ്ഞളിപ്പ് അനുഭവപ്പെടാം. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ രൂപം തന്നെ, കാരണം മണ്ണ് അസിഡിക് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മളെ ചെടിയിൽ മഞ്ഞളിപ്പ് വരാം. അതേപോലെ നമ്മൾ തീരെ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും ഈ ഒരു ടൈമിൽ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡ്രൈ ആയി നിൽക്കുന്ന ടൈമാണ്, നല്ല ചൂടാണ്, കാരണം ചെടിക്ക് കറക്റ്റായിട്ട് വെള്ളം നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലും ഇതേപോലെ നമ്മൾ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല, നമ്മൾ പോഷകങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇലകളിലും മഞ്ഞളിപ്പ് കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊണ്ടുവന്നാൽ മാത്രം നമുക്ക് ഈ മഞ്ഞളിപ്പ് നമുക്ക് തടയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിയിൽ കീടശല്യം. ഈ വെള്ളീച്ചന്റെ ശല്യമൊക്കെ നല്ല രീതിയിൽ ചെടീൻ്റെ ഇപ്പോൾ പച്ചമുളകിലൊക്കെ നമുക്ക് കാണാം ഇലകളിൽ നല്ല രീതിയിൽ വെള്ളീച്ചന്റെ ശല്യം വരും. അതേപോലെ കീടങ്ങളെ ശല്യം വന്നിട്ട് നമ്മൾ ആ ഭാഗം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടിയിൽ വൈറസ് രോഗം വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വൈറസ് രോഗം വരുന്ന ടൈമിലും നമ്മളെ ചെടീൻ്റെ ഇലകളൊക്കെ മഞ്ഞളിക്കാം, കുരുടിച്ച് കിടക്കുന്ന പോലെ ചുരുണ്ടിട്ടും ആ രൂപത്തിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മളെ ചെടീൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് നമുക്ക് കാണപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മളെ കാൽസ്യത്തിന്റെ കുറവ്, മണ്ണ് അസിഡിക് ആകുമ്പോഴാണ് തളിരിലയിൽ വരുന്നത്. അപ്പം ആ ഒരു കാരണം മാത്രമായിരിക്കില്ല ചിലപ്പോൾ നൈട്രജന്റെ കുറവുണ്ടെങ്കിലും നല്ല രീതിയിലുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ വരാം. ഒരു ഏകദേശം ഒരു രൂപം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ കൊടുക്കേണ്ട ഇപ്പം മൈക്രോ ന്യൂട്രിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക, അതേപോലെ വളങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. കീടശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, ചെടികൾ ട്രീറ്റ് ചെയ്യുക. മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ട കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ് ചെയ്തൊക്കെ മണ്ണ് ന്യൂട്രലാക്കി കൊടുക്കേണ്ട വളങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു പോച്ച് ഇതുപോലത്തെ ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോൾ അടിക്കായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ബേറാപ്പിളിന്റെ ചെടിയിൽ നല്ല രീതിയിൽ പുഴുശല്യം വരുന്ന ഇലകളൊക്കെ കടിച്ചു തിന്നതാണ്. അപ്പോൾ ബേറാപ്പിളിന് മാത്രമല്ല നമ്മളിപ്പോൾ നാരകയിനത്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏത് ചെടീൻ്റെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ദിവസം ഒരു കുറച്ച് നേരമെങ്കിലും നമ്മളൊന്ന് ചെടികളെ ചുറ്റിപ്പറ്റി നമ്മൾ നിൽക്കും, നമ്മൾ ശ്രദ്ധിക്കുക ഇലകൾ ഇങ്ങനെ ചുരുട്ടി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ ചുരുട്ടി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ജീവനുള്ള പുഴു അല്ലെങ്കിൽ അതിൻ്റെ ലാർവായിട്ട് മുട്ടായിട്ട് അതിൽ കിടക്കുന്ന കാണാം. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റാം. കാരണം ഇത് കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് ഇത് കൂടുതലായിട്ട് നമുക്ക് ഗുണം കിട്ടൂല. അതെന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് തരം കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളുടെ മേലെ ചെയ്യും, അടിഭാഗത്ത് ചെയ്യും. ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു 4 അടി ആയിട്ടുള്ള ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ച് നോക്കിയിട്ടൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരങ്ങളാണ്, ചിലപ്പോൾ ഇരടായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഇല ചുരുണ്ട് കിടക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കീടനാശിനി കയറിപ്പോവില്ല. അതിന് സ്പ്രേ ചെയ്ത് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ പുഴു അല്ലെങ്കിൽ പുഴുവിൻ്റെ ലാർവ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടോ, അത് പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നാകുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും തന്നെ അത് ഇലകൾ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം കുറച്ച് ഇലകൾ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ ഈ ഇല ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തുക, അതിൻ്റെ ഉള്ളിൽ നിർത്തിട്ട് പുറത്താക്കുക. ഇതാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ജൈവ കീടനാശിനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലും മുടങ്ങാതെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിലങ്ങിനൊന്നും നമ്മളെ ചെടിയിൽ കീടശല്യം വരില്ല. ഇനി അടുത്തൊരു സുഹൃത്ത് എന്നോട് ഒരു സംശയം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചോദിച്ചെങ്ങനെയാണ്, ഞാൻ ഒരുപാട് പ്ലാന്റുകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നഴ്സറിയിൽ നിന്ന് ചാമ്പ്യതാവാനാണ് ചാൻസ്. കാരണം പ്ലാന്റുകളൊന്നും കായ്ക്കുന്നില്ല. 3 വർഷം 4 വർഷമൊക്കെ ആയി. കാരണം ഓൾറെഡി 1 വർഷം പ്രായമായിട്ടുള്ള ചെടികളാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം പൈസക്കുള്ള പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കായ്ക്കുന്നില്ല. അപ്പോൾ നഴ്സറിന് ചാമ്പ്യമായതാണെന്നാണ് തോന്നുന്നത്. ഞാൻ നഴ്സറിന് മെസ്സേജ് അയച്ചു നോക്കിയിട്ടൊന്നും അവർ റിപ്ലൈ നൽകുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് കായ്ക്കാത്തതിൻ്റെ 90% നമ്മൾ എന്നാണ് അതിൻ്റെ കാരണക്കാർ. ഒരു 10% മാത്രമേ നഴ്സറിക്കാർ വരുള്ളൂ. വെച്ചാൽ നഴ്സറിക്കാർ ഒരു 10% ഞാൻ പറയാൻ കാരണം അവരിഞ്ഞ് ഗ്രാഫ്റ്റിങ് ചെയ്തതിൽ പാളിച്ചകൾ പറ്റിയ തൈകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കറക്റ്റ് നമ്മളെ പറ്റിച്ചും കൊണ്ട് വേറെ ഏതെങ്കിലും പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നാണ്. അങ്ങനെയൊക്കെയാണ് ഒരു 10% ഞാൻ പറഞ്ഞത്. ബാക്കി 90% ആ പ്ലാന്റ് കായ്ക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നഴ്സറിക്കാരല്ല. കാരണം നമ്മളത് നടുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് വളങ്ങൾ കൊടുക്കാൻ അറിയാതെ അതിന് കിട്ടേണ്ട മൂലങ്ങൾ നമ്മൾ കറക്റ്റ് കൊടുക്കാതെ അങ്ങനെ ഒന്നും ചെയ്യാതെ അത് കായ്ച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം കിട്ടേണ്ട മൂലങ്ങൾ ചെടികൾക്ക് കിട്ടണമല്ലോ. നമ്മളിപ്പോൾ കൊണ്ടുപോയി നട്ട് എപ്പോഴെങ്കിലും നനച്ചു കൊടുക്കുക, അല്ല എപ്പോഴെങ്കിലും ഇലകളിൽ ഒരു വളം നമ്മൾ യൂട്യൂബിലോ ഇവിടെ കണ്ടിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്താലൊന്നും ഒരു പ്ലാന്റ് വലുതാവണം, അതേപോലെ അതിന് കായ്ഫലം കിട്ടണമെന്നൊന്നുമില്ല. നമ്മളത് ഓരോന്ന് പ്രത്യേകിച്ച് പോട്ടിലോ ഡ്രമ്മിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് അതിൻ്റെ ആവശ്യം
ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം എന്താ വെച്ചാൽ, ഒരുപാട് പൈസൻ്റെ ചെടികൾ വാങ്ങുന്നതിന് മുന്നേ വളങ്ങൾ എന്താണ്, കീടനാശിനികൾ എന്താണ്, ഫംഗിസൈഡ് എന്താണ്, ഇതൊക്കെ ചെടികൾക്ക് ഏതൊക്കെ ടൈമിലാണ് ആവശ്യം, ഈ ഒരു സാധനങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ് ഒരുപാട് പൈസക്ക് വാങ്ങാൻ തുടങ്ങി, നിങ്ങൾക്ക് വലിയ നഷ്ടം കൊടുക്കൂല. അല്ലാത്ത പക്ഷേ ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ആദ്യം തന്നെ ഒരു 10-15 റുപ്യക്ക് പ്ലാന്റ് വാങ്ങി വെച്ചിട്ട് പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ആ പൈസ ഒക്കെ നഷ്ടത്തിലായി പോയിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഒരുപാട് വളങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടി വരും. പക്ഷെ ഇന്നിൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുമ്പോൾ ഒരു വളം വാങ്ങിയപ്പോൾ നാളെ വേറൊരു വളം, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നില്ല, മറ്റു ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ മണ്ണ് അതിന് റെഡി ആയിട്ട് നിൽക്കണം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. അപ്പോൾ ഇത് ഒന്നിനൊന്നോട് കണക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ ഇത് പൂക്കാനും കായ്ക്കാനും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ ഒരു വളം കാണിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കൊണ്ട് ഒഴിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അത് പൂക്കണം കായ്ക്കണം എന്നില്ല. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം. അതേപോലെ തന്നെ അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്താലാണ് ഒന്നിനൊന്നോട് കണക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്കത് കായ്ഫലത്തിലേക്ക് നമുക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൈമിലുള്ള പൈസ വെറുതെ കൊണ്ടുപോയി കളയണ്ട. കാരണം ആദ്യം അതിൻ്റെ ഒരു ബേസിക് ലെവല് വളങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഒരു പരിചരണം മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് പൈസക്ക് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങിക്കാം. എല്ലാവർക്കും ആശ ഉണ്ടാവും കേട്ടോ. കാരണം അത്രക്കും ആശ ഉള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ ഇത് വാങ്ങി വെക്കുന്നത്. അപ്പോൾ ആദ്യം പൂതിക്ക് 1-2 വാങ്ങി വെക്കുക, എന്നിട്ട് അതൊന്ന് പഠിക്കുക ഇതിൻ്റെ രീതി എങ്ങനെയാണ്. അതിൻ്റെ ശേഷം കൂടുതലായിട്ട് വാങ്ങി വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്